ഇതെന്താ മനസ്സിലായോ? ഇത് മധുരക്കിഴങ്ങ് മുളച്ച് വന്നതാട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചതിൻ്റെ ഭംഗി കണ്ടിട്ട്. ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുക. അങ്ങനെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്നുകിൽ കുക്കറിൽ വേവിക്കാം, അതല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈക്രോവേവിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരെണ്ണം കാണിക്കാം, ഇനി പിന്നെ വേറൊരു ദിവസം വേറെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-11 മിനിറ്റ് എടുത്ത് എനിക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർക്കൊരു സംശയമാണ്, ഷുഗറുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പാടുമോ? ഇത് കഴിക്കാറില്ല. ഒരുവിധം എനിക്കറിയുന്ന ആൾക്കാരൊന്നും മധുരക്കിഴങ്ങ് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഞാൻ ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞ ആ ഡോക്ടറുടെ ചാനലിൽ കണ്ടിരുന്നു, മധുരക്കിഴങ്ങ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാം, അത് ശരിക്കും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാം. ഞാൻ ആ കിഴങ്ങൊക്കെ ഒന്ന് നന്നായി ഉടച്ചെടുത്തു. അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ചേർത്തത്. പിന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ മല്ലിയില അതും ഒരു പിടി ചെറുതായി മുറിച്ചിട്ട് ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇനി 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വലിയ 2 കിഴങ്ങാണല്ലോ എടുത്തത്, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്ത് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. കുഴച്ചിട്ട് നമ്മളത് ബൈൻഡ് ആവണില്ല എന്ന് കണ്ടാൽ, കുറച്ച് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ അരിപ്പൊടി ചേർക്കുക കേട്ടോ. ഇനി അതൊന്ന് ഉരുട്ടി നോക്കാം കേട്ടോ. നമുക്കതിങ്ങനെ ബൈൻഡായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും മതിയാവും. പിന്നെ അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് എൻ്റേത് കറക്റ്റാണ്. ഇനി നമുക്കിത് എല്ലാം ഒന്ന് ഉരുട്ടി വെക്കാം ആദ്യം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. ബാക്കിയുള്ള ഉരുളകളും നമുക്ക് ഇതേപോലെ ആക്കി വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ പൊടിയാണ്, ഗോതമ്പിൻ്റെ ബ്രെഡാട്ടോ. അപ്പോൾ അത് ഒരു 4 സ്ലൈസ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ്. അതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കാരണം ഇതിലിട്ട മധുരക്കിഴങ്ങൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ വേവേണ്ട ഒരു ടൈമേ വേണ്ടുള്ളൂ. ഒന്ന് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരേണ്ട ഒരു സമയം മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ മൊരിയിപ്പിച്ചെടുക്കുക. ഈ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് പൊരിച്ച് മാറ്റിയേക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇനി കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആണെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, പുഴുങ്ങി കൊടുത്താലൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ സോസ് കൂട്ടി കഴിക്കണം എന്നില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചതാണ്. സോസ് ഇല്ലാതെ തന്നെ അത് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ ഹെൽത്തി വേർഷനായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനൊരു 10 ഗ്രാം ബട്ടറാണ് ചേർത്തത്. അത് നല്ല ചൂടാവണ്ട കേട്ടോ പാൻ, അപ്പോൾ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിലൊന്ന് നിരത്താം. എന്നിട്ട് ബട്ടർ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഒന്ന് തിരിച്ചിട്ടും കൊടുക്കുക, 2 സൈഡിലും ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ആദ്യം തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ബട്ടർ കോട്ടായ ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വലിയ ആൾക്കാർക്കും കഴിക്കുക, ഡയബറ്റിക്കാർക്കും കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രാവിലെ കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാവും. നല്ല ഹെൽത്ത് ബെനിഫിറ്റും ഉള്ളതാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.